തിരക്ക് വേണ്ടിയിട്ട് ഒരു ടൈൽസ് എടുക്കാൻ ചെന്നാണ്. ഈ ജാതി ടൈൽസ് തന്നുകാണ്ട് ഇങ്ങനൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ഒലക്കമല പരിപാടി ഇത് വിടണ എന്നിട്ട് വിട്. അനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഓരോ മനുഷ്യന്മാരെ പറ്റിക്കാണെന്ന് കണ്ടില്ല ഞങ്ങള്. ആറ്റി നോക്കിക്കാണ് ഞാനൊരു വീട് ഇങ്ങോട്ട് മാറണം അവിടുന്ന്. ഇനി മേലാൽ ഒരാൾക്കാരെ പോലും ഇങ്ങനെ പറ്റിക്കരുത്. സാധാരണക്കാരെ ഇങ്ങനെ കൊല്ലരുത്, കൊല്ലാൻ പാടില്ല. ഭ്രാന്ത ആർക്കാ ഭ്രാന്തെന്ന് കാണിച്ചില്ല. കേരണ്ട് വിടണ്ടി വണ്ടിയിലൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി വരും. വേഗം വിടണ വണ്ടി ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. വിട വേഗം കണ്ട് വിട്ടൂടെ. വീട് കയറ്റ്, ഈ കടയിൽ കയറ്റ്. എന്നതിൻ്റെ മോലാളിനെ കണ്ടിട്ട് ചോദിച്ചിട്ട് ബാക്കി വരും. സൈഡാക്കാണ്ട് ഇവിടെ എടുത്ത് ഇതോടെ നിർത്തി മതി. മോലാളിനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മോലാളിങ്ങളാ? ആരാണ് മോലാളി? മോലാളിമാരെ എനിക്ക് കാണേണ്ടത് കേട്ടോ. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണ് ഞാൻ. മോലാളിമാർ എവിടെ? എന്താ പ്രശ്നം? ഇതിന്റെ മോലാളിയാണ് നിങ്ങള്? ഇതാരാ? അല്ല, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാനിപ്പോ ഇരിക്കേണ്ട ഒരു മാനസികാവസ്ഥ. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെ ഇപ്പൊ കുറച്ച് ആളുകൾ പറ്റിച്ച ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ടൈൽസ് എടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് ക്വാളിറ്റി പറഞ്ഞിട്ട് സെക്കൻഡ് ക്വാളിറ്റി തന്ന് വീടിന്റെ പണി എടുക്കുന്ന സമയത്ത് ഈ സാധനം ഫുള്ള് ബെൻഡർ. നമ്മളെ ഷോപ്പിൽ നിന്നാണ് എടുത്ത്? നിങ്ങളെ ഷോപ്പിൽ നിന്നല്ല എടുത്തത്. ഞങ്ങൾ ആ വരുത്തും ഇതൊക്കെ കണ്ടപ്പോ നമ്മളെ ഷോപ്പിൽ നിന്ന് നമ്മൾ നിങ്ങളെ പറ്റിച്ച നമ്മൾ ഫീൽ ചെയ്തു. നിങ്ങളെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഏതൊരാളും ഇപ്പൊ വീട് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും. ഫിനിഷിംഗ് സ്റ്റേജിൽ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ ഇതേപോലെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും ദേഷ്യം പിടിക്കും. നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി ടൈല് ഏറ്റവും വില കുറച്ചിട്ട് നിങ്ങൾ എത്തുന്ന രീതിയിലുള്ള സംഭവം നമ്മൾ ചെയ്തുതരാം. സാധാരണക്കാരന് ഒരു വീട് എടുക്കണതിന്റെ കഷ്ടപ്പാട്. അപ്പൊ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ നുള്ളിപ്പെറുക്കി അവിടുന്ന് ഇവിടുന്ന് കടം കൊള്ളിയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഈ കണ്ട സാധനങ്ങൾ ഒപ്പിക്കുന്നത്. നമ്മളെ പറ്റിച്ചിട്ടൊക്കെ എന്ത് കിട്ടുന്നത്? നിങ്ങൾ അങ്ങനത്തെ പരിപാടി ഉണ്ടോ? നമ്മള് 25 വർഷത്തെ ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വേണം. ബാത്റൂമിന്റെ ടൈല് വേണം, കിച്ചന്റെ ടൈല് വേണം, ഫ്ലോർ ടൈൽസ് ഒക്കെ വേണം. ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ നിങ്ങളിപ്പോ പൈസ ഇല്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള നല്ലൊരു പരിഹാരം. നിങ്ങൾക്ക് കുറച്ച് പൈസ തന്നിട്ട് ബാക്കി നിങ്ങൾക്ക് 6 മാസത്തിനുള്ള അടവിനുള്ള ഒരു സിസ്റ്റം നമ്മളുണ്ട്. പോരാ, ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും വില കുറച്ചെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കളിക്കുന്ന കളികൾ, അതായത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരും. അതായത് ഇവിടെ കാണുന്നത് ഹായ് സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് മണിമല. പിന്നെ ഈ വീഡിയോ ആരും തട്ടി മാറ്റി പോകരുത്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വീട് പണി കഴിഞ്ഞിട്ടുള്ള ഒരു അവസാന സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വരികയാണ്. എനിക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വീടിൻ്റെ അവസാന സ്റ്റേജിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ടൈലാണെങ്കിലും ബാത്ത് ഫിറ്റിങ്സ് ആണെങ്കിലും മറ്റുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയത് കൊണ്ട് ആ സന്തോഷങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചതാണ്. നിങ്ങൾ ഇന്ന് തന്നെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണോ? ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് പോന്നോളി. ആ ഗുണമേന്മ, അപ്പോൾ പ്രീമിയം അടക്കമുള്ള ഈ ടൈലുകളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഗുണമേന്മ എങ്ങനെ തിരിച്ചറിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും വില കുറച്ചെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കളിക്കുന്ന കളികൾ, അതായത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരും. അതായത് ഇവിടെ കാണുന്നത് GVT വിട്രിഫൈഡ് ടൈലാണ്. GVT എന്ന് പറഞ്ഞാൽ ഗ്ലേസ്ഡ് വിട്രിഫൈഡ് ടൈലാണ്. നമ്മൾ വില കുറവ് എന്ന് പറയുന്ന ടൈലും കാണുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇത് ശരിക്കും ഇതിൻ്റെ കളി വരുന്നത് എങ്ങനെ അറിയാം? ഇത് GVT എന്ന് പറയുന്നത് വാട്ടർ ഒബ്സർവേഷൻ, വെള്ളം കുടിക്കാത്ത ടൈലിനാണ് GVT എന്ന് പറയാം. ഇതേ സാധനം തന്നെ നമുക്ക് സെമി വിട്രിഫൈഡ്, ഇതിന്റെ കണ്ടന്റിൽ ചെറിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ വെള്ളം കുടിക്കും ചെയ്യും. വില ഒരു 10 രൂപ വരെ സ്ക്വയർ ഫീറ്റ് നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹീറ്റിംഗ് പ്രോസസിംഗ് പ്രധാന ഘടകമാണ്. ഹീറ്റിംഗ് പ്രോസസിംഗ് ഒരു മെയിൻ ഘടകമാണ് ഈ ടൈൽസിന്റെ. മൂപ്പര് പറഞ്ഞ പോലെ ഇത് ശരിക്ക് നമ്മൾ എക്സാമ്പിൾ ആൾക്കാർക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നമ്മളൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓവൻ്റെ ഉള്ളിൽ കേക്ക് മുകളിലൊക്കെ വെന്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വേവാത്ത സംഭവം ഉണ്ടാവും. അതാണ് സത്യത്തിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തമ്മിലുള്ള കറക്റ്റ് വ്യത്യാസം എന്ന് പറയുമ്പോൾ. കാണുമ്പോൾ ഒരേപോലെ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പല സ്ഥലത്തും വെന്തിട്ടുണ്ടാവില്ല. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങളെ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ അവസാന സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുകയാണോ, അതായത് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി അതിന് വേണ്ടിയിട്ടുള്ള A to Z സാധനങ്ങൾ, അതായത് ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, CP, അതുപോലെ തന്നെ ബാത്ത് ഫിറ്റിങ്സ്, കിച്ചൺ സിങ്ക് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഏറ്റവും കൂടുതൽ ഗുണമേന്മയോട് കൂടിയിട്ടും പിന്നെ അതുപോലെ തന്നെ വിലക്കുറവോട് കൂടിയിട്ടും പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് 100% വിശ്വാസ്യതയോട് കൂടിയിട്ട് വാങ്ങാൻ പറ്റുന്ന, അതായത് ഈ വീട്ടാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനം തന്നെയാണ് സ്റ്റോണേജ്. പ്രത്യേകിച്ച് സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക്
ചിലപ്പോൾ അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മളെ പോക്കറ്റൊക്കെ കാലിയാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ EMI സംവിധാനം കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ബജാജ് ഫിനാൻസ് നിങ്ങൾക്കുണ്ട്. കുറഞ്ഞ പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള സന്തോഷകരമായ കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ള തന്നെ എനിക്ക് ഏറ്റവും കുറഞ്ഞ പൈസക്ക് ഇതെല്ലാ സാധനങ്ങളും വീട്ടിൻ്റെ അവസാന സ്റ്റേജിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ 100% നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. ഈ ഒരു ലൊക്കേഷനൊക്കെ വരുന്നത് എവിടെയെന്നുള്ളത് ഞാൻ അങ്ങ് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും അവരുടെ കോൺടാക്ട് നമ്പർ കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഇതെവിടെ ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ നമ്മുടെ എന്താ പറയുക മമ്പുറം അറിയില്ലേ, മമ്പുറം എല്ലാവർക്കും അറിയാം. മമ്പുറത്തിനടുത്ത് വെട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് കാവുങ്ങപ്പാറ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ, അത് മാത്രമല്ല വീട്ടിലേക്ക് ഫ്രീ ഡെലിവറി വരെ ഉണ്ട്. കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങൾ ഓൺ സ്പോട്ടിലെത്തും.